അതിഭീകര കാമുകൻ. നമുക്കിവിടെ ഈ പ്രണയിച്ച് നടക്കുന്ന സമയം, നമുക്കുള്ള സമയത്ത് നമ്മളെ പണം നിറയ്ക്കണം, നിങ്ങൾക്കറിയാലോ. അപ്പം നമ്മൾ വന്നേക്കുന്നത് ഒരു കഥ പറഞ്ഞുതരാം കേട്ടോ. ഈ അതിഭീകര കാമുകൻ, ഈ കാമുകൻ വാങ്ങിച്ചിട്ട് അതിഭീകര ലാഭം എന്നാക്കണം. അതായത് ദോശയ്ക്ക് എത്ര റേറ്റ്? ദോശയ്ക്ക് വെറും 3 രൂപ, മുട്ടക്കറിക്കോ 20 രൂപ, കടലക്കറിക്ക് 20 രൂപ. അങ്ങനെ 10-30 വർഷമായിട്ട് ഇങ്ങനെ കുറഞ്ഞ പൈസ ദോശ വെക്കുന്ന തമ്പിനെ കാണാനാണ് നമ്മുടെ യാത്ര. വിട്ടേക്കാ, come on. എന്നാണ്ട് സുഖം തന്നെ? സുഖം തന്നെ. ദോശ റെഡിയായോ? ദോശ റെഡിയായി. എപ്പോൾ റെഡി? 6 മണിക്കോ 7 മണിക്കോ? 6:30 7 മണിയാകുമ്പോൾ റെഡിയാവും. പിന്നെ 10 മണി അടയ്ക്കും, അങ്ങനെയാണോ? ഒരു 12:30 ആകുമ്പോൾ അടയ്ക്കും. പിന്നെ വൈകുന്നേരം ഉണ്ടോ? പിന്നെ വൈകുന്നേരം കടിയും ചായ. എങ്ങനെ എത്തിപ്പെട്ടി ഹോട്ടൽ ഫീൽഡിലേക്ക്? വണ്ടി ഓടിക്കുമായിരുന്നു, ഓട്ടോയായിരുന്നു. 86 മുതൽ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ അച്ഛൻ പരിചയം കഴിഞ്ഞ് പിന്നെ കടയിലോട്ട് നീങ്ങി. വീട് ഇവിടെ തന്നെയാ? വീട് പുറകെ തന്നെ. കടയ്ക്ക് പേരൊന്നുമില്ല, പക്ഷെ നാട്ടിലോട്ട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം തമ്മിന്റെ കട. എല്ലാവർക്കും അപ്പുറത്തെ കടയിൽ പോയി. അപ്പൊ ഞാൻ 3 രൂപ ദോശ, അത് അവിടെ എല്ലാവർക്കും അറിയാം. എങ്ങും ഇല്ല 3 രൂപയ്ക്ക് ദോശ. പാഴ്സലാ കൂടുതലും മേടിച്ചോണ്ട് വന്നു. 17 ദോശ കൊടുക്കും 50 രൂപയ്ക്ക്. സായത്തിന് ഭാര്യയാണ്. മഴ, ജോൺസൺ മാഷ്, കട്ടൻ ചായ, ഇത് 3ഉം മലയാളികൾക്ക് വല്ലാത്തൊരു ഫീലാണ്. ഇനി അതല്ല, മഴയില്ലെങ്കിലും നല്ലൊരു ചായ കിട്ടിയിട്ട് നല്ലൊരു പാട്ട് കേൾക്കുമ്പോഴും അതും മലയാളികൾക്ക് വല്ലാത്തൊരു ഫീലാണ്. തുടങ്ങിയിട്ട് എത്ര വർഷമായി? 30 വർഷത്തോളമായി. 30ആയി. തുടക്കം ഇവിടെ തന്നെ? ഇവിടെ തന്നെ. ഈ തുടക്ക സമയത്ത് എത്രയും ദോശയ്ക്ക്? 1 രൂപ. 1 രൂപ. പിന്നെ 2 രൂപ. പിന്നെ ഇപ്പൊ 3 രൂപ. ദോശയ്ക്ക് എന്തൊക്കെയാ? ചമ്മന്തി, സാമ്പാർ, മുളക്. പിന്നെ സ്പെഷ്യലായിട്ട് മുട്ടക്കറി, കടലക്കറി. മുട്ടക്കറിക്ക് എത്ര റേറ്റ്? എത്രയാ? മുട്ടക്കറിക്ക് 20 രൂപ. 20 രൂപ. കടലക്കറിയോ? കടലക്കറി 20 രൂപ. മുതലാവോ? മുതലാകാൻ അമിത ലാഭം നോക്കുന്നില്ല. നമുക്ക് ജീവിച്ചുള്ള പൈസ കിട്ടണം, അത്രേ ഉള്ളൂ. ഞാനൊരു പ്രോഗ്രാമിൻ്റെ ആവശ്യമായിട്ട് ഇതുവഴി പോയതാണ്. അപ്പോഴാണ് ഇവിടെ കടയിൽ കയറിയത്. നല്ല ഫുഡാണ്. നമ്മുടെ സ്ഥലത്തുള്ള ആൾക്കാരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതുവഴി പോകുമ്പോഴത്തേക്കും ഇവിടെ കയറി ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തമ്പിയണ്ണ 4 ദോശ, ഒരു മുട്ടക്കറി. ദോശയും ആ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ എങ്ങും കിട്ടത്തില്ല. 3 രൂപയേ ഉള്ളൂ. നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം. ഏറ്റവും ചിലവ് ചുരുക്കി നമ്മുടെ കാര്യങ്ങൾ നടക്കും. 3 രൂപയ്ക്ക് ദോശ കിട്ടുന്ന ഒരു കട ഈ അടുത്ത പരിസരത്തെങ്ങുമില്ല. കടലക്കറി, ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഫേവറേറ്റ് സാധനം. സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇവിടെ ദോശയൊക്കെ നൽകുന്നത്. തമ്പിലേൻ്റെ ചായയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇത് പ്രോപ്പർ എവിടെ തമ്മിയുടെ സ്ഥലം പറയുമ്പോൾ? നെങ്ങാറുളങ്ങരയ്ക്കും ചേപ്പാടിൻ്റെ ഇടയ്ക്ക്. ചേപ്പാടിനും NDPCയുടെ വാതിൽ. ബോർഡ് ഇന്ന് വരെ വെച്ചിട്ടില്ല. ബോർഡ് വെക്കാതാണ് ഏറ്റവും കൂടുതൽ ആൾ. സാധാരണ ഹോട്ടലിലെ ബോർഡ് പുറത്ത് ആൾക്കാർ വെക്കുക, തമ്മിയാണ് അത് താഴത്ത് വെച്ചേക്കുന്നത്. 1 2 3 4 5 ദോശ, സാമ്പാർ, മുളക്. 15 രൂപ. 15 രൂപയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, സാമ്പാറിന് മതി. സാമ്പാറും മുളകും ഗംഭീരം. കടലക്കറി ഗംഭീരം കേട്ടോ. അതിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി, മാവ് അരച്ചുണ്ടാക്കി തൊട്ട് മുന്നിൽ കടയിൽ വെച്ച് നിൽക്കുന്നു. അതും 1-2 വർഷമല്ല, 10-30 വർഷമായിട്ട് ഇങ്ങനെ പിടിച്ചേക്കണം. ആലോചിച്ച് ഒരു ടേസ്റ്റ്. അപ്പോൾ എന്താ, ഞാൻ വല്ല കഴിച്ചിട്ട് വിട്ടേക്കും. അടുത്ത സ്ഥലത്തുനിന്ന് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ തക്കനെ പൊക്കോട്ടെ. ബൈ. ഓക്കെ, സി യു.